സ്റ്റുഡൻസ്. റിപ്ലൈ വന്നല്ലോ. അത് നമ്മള് ഡെയിലി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ജർമ്മൻ ഭാഷയാണ് എന്ത് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് ആർക്കൊക്കെ വേറെ ലാംഗ്വേജസ് അറിയാം? നമ്മുടെ മദർ ടങ് അല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ല, നമുക്ക് ആർക്കൊക്കെ ലാംഗ്വേജസ് അറിയാം? തമിഴ് അറിയാം, വെരി ഗുഡ്. പിന്നെ ഹിന്ദി, വാ സൂപ്പർ. സംസ്കൃതം, വാ വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാം അറിയാം അല്ലേ? എല്ലാവരും ഇങ്ങനെ ഓരോ കഴിവുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയോ നമുക്ക് ഇതിലിങ്ങനെ വേറൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന്? നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് എന്താ ബുക്ക് ട്രാൻസ്ലേഷൻ ആകാം, അതും അല്ലെങ്കിൽ വലിയ വലിയ UN പോലെയുള്ള ഫംഗ്ഷൻസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ലേഷൻസ് കൊടുക്കാം. ഇതൊക്കെ വല്ലതും അറിയുമോ? ഈ കൊമേഴ്സ് ഇതിൽ വെച്ചാൽ പിടിക്കാനാണ് ഉദ്ദേശം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറി സ്ഥിതിക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അല്ലേ? എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? അതിനെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏരിയയിൽ കമ്പനികളുണ്ടോ? ഏത് കമ്പനിയാണ്? എല്ലാം ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. എല്ലാം ഒബ്സർവ് എടുത്തില്ല. ഒരു കമ്പനി കൊണ്ടില്ലേ? അടുത്തൊന്നുമില്ല അല്ലേ? നോ പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കളിക്കണം കേട്ടോ. ഞാൻ ചോദിക്കാം, നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ. നമ്മളിപ്പം നമ്മുടെ അടുത്തുള്ള ഒരു കമ്പനി, എല്ലാവരും ചിന്തിച്ചോളാം കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഒരു കമ്പനി, ആ കമ്പനി ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് കൂടെ അവിടെയുള്ള പരിസരത്ത് താമസിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവരെന്ത് ചെയ്യും? വേസ്റ്റ് അങ്ങോട്ടേക്ക് തള്ളുന്നു. ചിലപ്പോ എല്ലാവരും ചിന്തിക്കണേ, വേസ്റ്റ് അങ്ങോട്ടേക്ക് തള്ളുന്നു. ചിലപ്പോ എന്താ, അവർ ഭയങ്കരമായിട്ട് ട്രീസ് കട്ട് ചെയ്യുന്നു. ഇങ്ങനൊക്കെ വരുന്നൊരു പ്രോബ്ലം ആയിട്ട് നമ്മളെ ബാധിക്കോ ഇല്ലേ? ബാധിക്കില്ലേ? നമുക്ക് എന്ത് ചെയ്തില്ല? ഓക്സിജൻ കിട്ടത്തില്ല. നമ്മുടെ പ്രകൃതി തന്നെ എന്തായിക്കൊണ്ടിരിക്കും? നശിച്ചു പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇത് നമുക്കൊരു തടയിടണ്ടേ? ഇതിനൊക്കെ നമുക്കൊരു തടയിടണ്ടേ? നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകും. കമ്പനികൾ അത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അവരുടെ ഒരു ഒബ്ലിഗേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാണ് എല്ലാവരും നോക്കിക്കേ, നോക്കിക്കോട്ടോ. ലാസ്റ്റ് കാണാവോ? കണ്ടില്ലേ? ഈ ഒരു പിക്ചറിനകത്ത് എന്താ കാണിച്ചേക്കുന്നത് നോക്കിക്കേ. ഇതിനകത്ത് രണ്ടിടത്ത് എടുത്തിട്ടുണ്ട്. കമ്പനീസ് ബോത്ത് സൈഡിലെത്തുണ്ട്. കമ്പനീസ് ഉണ്ട്. പക്ഷെ നോക്കിക്കേ, ടോപ്പ് അറ്റ്മോസ്ഫിയർ ലെവലിലേക്ക് നോക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? യെസ്, വെരി ഗുഡ്. ഒരിടത്ത് എന്തൊരു പൊല്യൂട്ടഡ് ആണോ? ഒരിടത്ത് അങ്ങനെയാണോ? കമ്പനികളുണ്ടെങ്കിൽ എന്തെല്ലാം പൊല്യൂട്ടഡ്, അവർ പൊല്യൂട്ടഡ് അല്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? യെസ്, ഗുഡ്. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂഷനെ എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ടഡ് ആകാതെ നോക്കുന്നുണ്ട് ഇല്ല. ഇതിപ്പോ നമുക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടിയത് നമുക്ക് കിട്ടി, നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ ഒരു കമ്പനി ആണെങ്കിൽ ഇങ്ങനെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കൂ? ഇല്ല. അപ്പൊ എന്ത് വേണം? അതിനൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ഇവിടെ നോക്കിക്കേ, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ഫുൾ ഫോം. അപ്പൊ നോക്കിയടാ, ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ കമ്പനീസും ഉണ്ട്. പക്ഷെ എന്തൊക്കെയാ? ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, അതേപോലെ വിൻഡ്മിൽസ് ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകുന്നു. അപ്പൊ ഫാക്ടറികൾ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം? അവരുടെ ചില റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യണം. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഈ പിക്ചർ നോക്കിക്കാൻ എല്ലാവർക്കും കാണാമോ? കാണാലോ അല്ലെ? ഇതിനകത്ത് നോക്കി ഒരു ഭൂമിയുണ്ട്, രണ്ട് ലാഡേഴ്സ് ഉണ്ട്. ലാഡേഴ്സിൽ രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇല്ലണ്ടോ? കാണാലോ? ലാസ്റ്റ് എല്ലാവർക്കും കാണാലോ. ഇതിനകത്ത് ഒന്നാമത്തെ ആൾ എന്തുവാ ചെയ്യുന്നത്? വെള്ളം നനയ്ക്കുവാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളോ? സെക്കൻഡ് പേഴ്സൺസ് എന്താ ചെയ്യുന്നത്? ഓക്കെ, ആര് ലഡു എന്നൊന്നും പറഞ്ഞിട്ടില്ലേ? അത് നമ്മുടെ എന്താ കോയിൻസ്, ഒരു കൊട്ടയില് കോയിൻസ് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പിക്കാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ലാഡറുള്ള ഇത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഒരാള് എന്ത് ചെയ്യുന്നു? ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അടുത്ത ആൾ എന്ത് ചെയ്യുന്നു? ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭൂമിയിൽ നിന്ന്
ചെയ്യുന്നു? അവര് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അവരെന്ത് ചെയ്യുന്നു? ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എവിടെ ഉള്ളത്? രണ്ടാമത്തെ ലാറ്റിനകത്തുള്ളത്. അപ്പം ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പറഞ്ഞേ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിന്റെ ഒരു ഇത് നോക്കാം നമുക്ക്. ഇവിടെ പറയുന്നത് ഹോവാർഡ് ആർ ബോൺ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് എന്താ നോക്കാല്ലേ നമുക്ക്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Social responsibility, it's the obligation of the decision makers. ആരുടെ ഒബ്ലിഗേഷൻ, ആരുടെ കർത്തവ്യമാണ്, ആര് ചെയ്യേണ്ടതാണ്? ഡിസിഷൻ മേക്കേഴ്സ്. അപ്പം ചോദിക്കട്ടെ, ആരാണ് ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് എ കമ്പനി? Who are the decision makers of the company? Managers, shareholders, board of directors. അവരെല്ലാം എന്താണ്? ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് എ കമ്പനിയാണ് അവരെല്ലാം. എന്താ ചെയ്യുന്നത്? Makers to take action. അവർ എന്തോ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട്. എന്താ നോക്കിയേ? Which protect and improve the welfare of the society as a whole along with their own interest. അവരുടെ ഇൻട്രസ്റ്റ് മാത്രമാണോ? അല്ല, അവരുടെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് ഇതിനകത്ത് മുഴുവൻ ഇതെന്ന്? നോക്കിക്കേ, കാണുന്നില്ലേ? ഇതിനകത്ത് എന്താ പറയുന്നത്? ഇതിനകത്ത് 2 areas ആയിട്ട് തിരിച്ചിട്ടുണ്ട്. There are 2 areas. ഒരു ഏരിയയിൽ എന്താ? There is a business